ഡിഗ്നിറ്റി ഇല്ലാത്ത പ്രൊഫഷൻ തന്നെ. Being a prostitute gives you so much money, it lacks dignity. You're selling your body. Being a OnlyFans gives you a lot of money, it lacks dignity. You're selling your body for the other dignified profession അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. Selling your body for like $12, $10, that doesn't make you anything. You're just a commodity. By the way, ഒരാളുടെ ഡിഗ്നിറ്റിക്ക് വിലയിടാൻ ഇയാളും ആരുമല്ല നമ്മളും ആരുമല്ല. ആണുങ്ങൾ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യും, അവരെ സെക്ഷുവലൈസ് ചെയ്യും ആൻഡ് പുട്ട് വർത്ത് ഓൺ വുമൻസ് ബോഡി ആൻഡ് സീസ് ദം ആസ് എ കമ്മോഡിറ്റി. അപ്പോൾ ഇവർക്ക് മോറൽ വാല്യൂസും ഡിഗ്നിറ്റി ഒന്നും പുറത്തു വരത്തില്ല. പക്ഷേ ഇവരുടെ ഈ സ്വഭാവത്തെ സ്ത്രീകൾ ഉപയോഗിച്ച് അവർ ബെനിഫിറ്റ് എടുക്കുമ്പോൾ മോറൽ വാല്യൂസ് ഡിഗ്നിറ്റി എല്ലാം പെട്ടെന്ന് പുറത്തു ചാടും. അല്ല, ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഓൺലി ഫാൻസിൽ അക്കൗണ്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി അവർക്ക് കാശുണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? എന്തായാലും ഏലിയൻസ് ഒന്നുമല്ല. അപ്പോൾ ഇതിന്റെയൊക്കെ പുറകെ പോകുന്ന ആണുങ്ങൾക്ക് എന്ത് ഡിഗ്നിറ്റി ആണ് ഉള്ളത് സുഹൃത്തെ? ആക്ച്വലി ഈ വീഡിയോ ചെയ്ത ആളല്ലേ സ്ത്രീകളെ കമ്മോഡിഫൈ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഇയാളായിട്ടൊരു മൂല്യം അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇയാൾ പറയാം സ്ത്രീകൾ അവരെ തന്നെ കമ്മോഡിഫൈ ചെയ്യണം. താനാണ് അവരെ കമ്മോഡിഫൈ ചെയ്തിട്ട് ഒരു ത്രാസിലിട്ട് വെച്ച് അവരുടെ ഡിഗ്നിറ്റിയൊക്കെ അങ്ങ് അളക്കുകയാണ്. എന്നിട്ട് തന്റെ അളവുകളിൽ അവരുടെ വാല്യൂ ഇടിഞ്ഞെന്ന് സ്വയം അങ്ങ് പറഞ്ഞ് അവരെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റുകയാണ്. പിന്നെ സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ കുറിച്ചൊക്കെ വാതുരാതെ സംസാരിക്കുന്ന ആൾക്കാർക്ക് അനിമൽ സിനിമ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനത്തെ സിനിമകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമില്ലേ, അത് ഇവിടെ അങ്ങ് കൊടുത്താൽ മതി ബ്രോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഡിഗ്നിറ്റി എന്ന വാക്ക് തന്നെ സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു സാധനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെ ഒട്ടും ഡിഗ്നിറ്റി അല്ലാത്ത സ്ത്രീകളായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഭൂരിപക്ഷം സമൂഹം വേഷത്തിന്റെ പേരിൽ ഷെയിം ചെയ്ത ഹണി റോസ് ഇയാൾക്കൊരു ഡിഗ്നിഫൈഡ് സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഇവരെ പോലെ ആളുകളുടെ പ്രശ്നം വർഷങ്ങൾ മാറുന്ന അനുസരിച്ച് ചില കാര്യങ്ങൾ ഡിഗ്നിഫൈഡും ചില കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന തോട്ട് പ്രോസസ്സാണ് തലയിലൂടെ ഓടുന്നത്. ഇവരുടെ മാറുന്നയും മാറാത്തയും ഒക്കെ ചിന്ത അനുസരിച്ച് ഇവിടുത്തെ സ്ത്രീകളൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറയാൻ പറയും. അത് കാണുന്നവന്റെ കണ്ണിലാണ്. ഓ യാ, അപ്പൊ ഈ ഒബ്സീനിറ്റി കാണുന്ന ആൾക്കാരുടെ കണ്ണിന്റെ പ്രശ്നമാണെന്ന് ഇയാൾക്കറിയാം. അതുപോലെ ഈ ഡിഗ്നിറ്റിയും കമ്മോഡിറ്റിയും എല്ലാം അങ്ങനെ ചിന്തിക്കുന്നവരുടെ തലച്ചോറിന്റെ കൂടി പ്രശ്നമാണെന്ന് കരുതിയാൽ മാത്രം